എനിക്കിത് യൂസ് ചെയ്യേ വേണ്ട, എനിക്കിത് ഓർക്കാനേ വയ്യ, എനിക്കിത് തിരിച്ചടിയായിട്ട് മാറിയത്. ഇത് ലീക്കായി തുടങ്ങി. ഡോക്ടറിനെ എന്തെങ്കിലും കാണിക്കേണ്ടി വരുമോ? യൂസ് ചെയ്തു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. വച്ചതിന് ശേഷം ഞാൻ ഇപ്പോഴും പാഡ് തന്നെ യൂസ് ചെയ്യാം, എനിക്കതാണ് കംഫർട്ടബിൾ എന്ന്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ സ്പെഷ്യലി ഫോർ ഗേൾസിനുള്ളതാണ്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്നത്തെ ടോപ്പിക് മെൻസ്ട്രൽ കപ്പ്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ്, ഞാനിത് യൂസ് ചെയ്തപ്പോൾ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു, ഞാൻ ഇത് എത്ര നാൾ യൂസ് ചെയ്തു, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ഗേൾസും മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത് വെക്കാൻ പേടിയുള്ളവരുണ്ട്, പേടിയില്ലാത്തവരുണ്ട്. ഞാൻ വച്ചതിന് ശേഷം ഞാൻ ഇപ്പോഴും പാഡ് തന്നെ യൂസ് ചെയ്യാം, എനിക്കതാണ് കംഫർട്ടബിൾ എന്ന് പറയുന്നവരുണ്ട്. എനിക്കിത് യൂസ് ചെയ്യേ വേണ്ട, എനിക്കിത് ഓർക്കാനേ വയ്യ എന്ന് പറയുന്നവരുണ്ട്. എനിക്ക് പേടിയാണെന്ന് പറയും. അങ്ങനെ പല രീതിയിലും സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 1 ഇയറോളം ആകാറായിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് സജസ്റ്റ് ചെയ്ത്, ഞാൻ അവരോടാണ് ഈ കാര്യങ്ങളിനെ പറ്റി ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിനെ അങ്ങ് എന്താ പറയുക, സ്ട്രോങ് ആക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യാം എന്നങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വാങ്ങിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, നമ്മൾ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ പീരീഡ്സ് ആയി. ഞാനിതെടുത്തു, യൂസ് ചെയ്തു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വെച്ചിട്ടുണ്ടെന്നൊരു ഫീൽ ഉണ്ടായി. നടക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, അങ്ങനെ എനിക്കുണ്ട്, അങ്ങനെ ഒരു തോന്നലുണ്ട്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഇല്ല, ഇത് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇതിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ ദിവസം അങ്ങനെ സുഖമായിട്ട് പോയി. പിറ്റേ ദിവസം തൊട്ടാണ് എനിക്കിത് തിരിച്ചടിയായിട്ട് മാറിയത്. ഇത് ലീക്കായി തുടങ്ങി. ഞാൻ എത്ര മാത്രം ഇത് കഷ്ടപ്പെട്ട് വെക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. വച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ലീക്കാവാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ കാലുവേദന. അതുപോലെ തന്നെ സെക്കൻഡ് ഡേ ആയപ്പോൾ, തലേ ദിവസം നമ്മൾ വെച്ചിട്ടായിരിക്കുമല്ലോ, പിറ്റേ ദിവസം ആയപ്പോൾ ഈ സാധനത്തിനെ കാണാനില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഇനി ഡോക്ടറിനെ എന്തെങ്കിലും കാണിക്കേണ്ടി വരുമോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലായി, ഇത് ശരിക്കും ആ ടൈമിലാണ് എനിക്ക് കറക്റ്റായിട്ട് ഇരുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ. മെൻസ്ട്രൽ കപ്പ് നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ വജൈനയിൽ ഇത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ആവുമ്പോഴാണ് ഇത് ഉണ്ടാവൂല എന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ അത് പഠിച്ചു. ഓക്കെ, അത് അവിടെ ഉണ്ട്, പോയിട്ടൊന്നും ഇല്ല, ട്രാപ്പായിട്ടൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകണോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രാവശ്യത്തെ പീരീഡ്സ് എങ്ങനെയോ കഴിഞ്ഞു. ഇത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ട്രൈ ചെയ്തത്. ഞാൻ പുറത്തൊന്നും പോയപ്പോഴൊന്നും അല്ല ട്രൈ ചെയ്തത്. കാര്യം വീട്ടിൽ നിൽക്കുമ്പോഴേ നമുക്കിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് അറിയാൻ പറ്റുള്ളൂ. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നെക്സ്റ്റ് ടൈം ആയപ്പോഴും സെയിം കണ്ടീഷനാണ്. നെക്സ്റ്റ് ടൈം ആയപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ എനിക്കിത് പറ്റുന്നേ ഇല്ല. അങ്ങനെ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പിന്നെ ചോദിച്ചു, അതെന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പോൾ അവർ പറഞ്ഞു, അത് പറ്റും, അത് നേരെ യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ലീക്ക് ആയിക്കൊണ്ടേയിരിക്കുന്നു. ലീക്ക് ആവുന്നതിൻ്റെ റീസൺ ഇത് ഓപ്പൺ ആകുന്നില്ല, അതാണ് റീസൺ. അങ്ങനെ ഫസ്റ്റ് ടൈമായി, സെക്കൻഡ് ടൈമായി, തേർഡ് ടൈമായി, ഫോർത്ത് ടൈമായി. ഒരു 5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യം പറയണമല്ലോ, ഞാൻ ഫസ്റ്റ് തൊട്ടേ യൂസ് ചെയ്യുമ്പോഴേ ഇത് എത്ര ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു ടൈം ഇത് കറക്റ്റായിട്ട് വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനേ പറ്റില്ല. ഇപ്പോൾ വയറുവേദന ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ നമ്മൾ പീരീഡ്സ് ആണ് എന്ന് പോലും തോന്നില്ല. എനിക്ക് പീരീഡ്സ് ടൈമിൽ കിടന്നുറങ്ങുന്ന പൊസിഷൻ ഒരു സൈഡ് തിരിഞ്ഞ് മാത്രമേ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. രാവിലെ ആകെ എനിക്ക് കാല് നല്ലോണം വേദനയായിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 ദിവസം ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് കാല് നല്ല പോലെ വേദനയാണ്. എനിക്ക് ആ രാത്രികളെ തന്നെ എനിക്ക് ഓർക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത സമയങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് ഇച്ചിങ്, റാഷസ്, അങ്ങനെ മൊത്തത്തിൽ ഒരു ചളക്കൊളമായിട്ടായിരിക്കും എൻ്റെ പീരീഡ്സ് സമയം മൊത്തത്തിൽ കഴിഞ്ഞു പോകുന്നത്. എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു ടൈമാണ് അതെല്ലാം. പക്ഷേ ഞാൻ പാഡ് മാറ്റി ഈ ഒരു കപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ചായി. അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പീരീഡ്സ് ആണെന്ന് പോലും എനിക്ക് തോന്നുന്ന ഒരു കാര്യമേ അല്ല. ഇത് ബുദ്ധിമുട്ടായ സമയത്ത് ഞാൻ വിചാരിച്ചു, ഇതെനിക്കിനി ഒരിക്കലും യൂസ് ചെയ്യാൻ ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമായിരുന്നു ഇടയ്ക്ക്.
എന്ന് വെച്ചാൽ ഇത് കയറുന്നില്ല. അതുകൊണ്ട് എനിക്കിനി യൂസ് ചെയ്യണ്ട എന്ന് വരെ ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്യാം, ചിലപ്പോൾ ശരിയാവുന്നെങ്കിലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്തു, പിന്നും പഴയ പോലെ പാഡ് യൂസ് ചെയ്തു. എന്നെ കൊണ്ട് പാഡ് യൂസ് ചെയ്യാനേ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നും കപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ അത് കറക്റ്റ് പൊസിഷനിലോട്ട് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എല്ലാ ഗേൾസിനും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പേടിക്കാതെ വെക്കുക. അത് നിങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഫസ്റ്റ് ടൈം ഒരു പേടി ഉണ്ടാവും, അത് പോകെ 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 ചേഞ്ച് ആവും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പഠിച്ചു എന്നാണ് തോന്നുന്നത്. ഇനിയും എല്ലാവരും ഇത് യൂസ് ചെയ്യണം. നമുക്കും നമ്മുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ മാസത്തിൽ കുറച്ച് നാൾ മാത്രമേ നമുക്കൊരു ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ബാക്കി കുറച്ച് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീരീഡ്സ് കൊണ്ടുപോകും. അത് പീരീഡ്സ് വരുന്നതിന് തൊട്ട് ഒരാഴ്ചയ്ക്ക് മുന്നേ അത് മൂഡ് സ്വിങ്സ് കൊണ്ടുപോകും. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത്, ഈ ഉറപ്പായിട്ടും മെൻസ്ട്രൽ കപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് കപ്പ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളൊരു രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു രീതി ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് കപ്പ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതെടുക്കുക, ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇത് വെക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതുപോലെ കണ്ടു, ഇതുപോലെ കിട്ടും. ഇങ്ങനെ നമുക്ക് വെക്കാം. പിന്നെ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വെക്കാം. പിന്നെ ഒരു 7 ഫോൾഡ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്, അത് ഇങ്ങനെ വെക്കാം. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഇതാണ്. ഇതാകുമ്പോഴത്തേക്ക് കുഞ്ഞാണ്, നമുക്ക് എളുപ്പം ഇതാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കയറി എന്നുണ്ടെങ്കിലും ഇതിനെ പിടിച്ച് ഇങ്ങനെ 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 വലിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ആക്കി, ജസ്റ്റ് ഒന്ന് പതുക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെ എടുക്കുക. അല്ലാതെ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വെക്കേണ്ടതും അത് എടുക്കേണ്ടതുള്ള രീതി എന്ന് പറയുന്നത്. ചിലവർക്ക് തോന്നുക ഇതിനകത്ത് നിന്ന് ബ്ലഡ് പെട്ടെന്ന് തെറിച്ച് ഫ്ലോ ആവോ എന്നൊക്കെ തോന്നുക. അങ്ങനെയൊന്നും ഉണ്ടാവുമൊന്നുമില്ല. നമ്മൾ പതുക്കെ സാവധാനം, അതുപോലെ വിൽക്കുമ്പോഴും ഷടപടയെന്നത് വെച്ച് അങ്ങ് പോവാം, അങ്ങനെയില്ല. നമ്മൾ നല്ലതായിട്ട് ബ്രീത്തൊക്കെ എടുത്ത് നല്ല സമാധാനത്തിൽ നമ്മളൊന്ന് കാം ഡൗൺ ആയതിനു ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതങ്ങനെ പറ്റണം എന്നില്ല. പിന്നെ ചിലത് ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യാം. ലൂബ്രിക്കൻ്റ് ഇപ്പോൾ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട്, ഇപ്പോൾ ചില ടൂൾസ് ഒക്കെ കാണുന്നുണ്ട്, അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ലൂബ്രിക്കൻ്റ് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.